ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഗരം മസാല ഇങ്ങനെ ഉണ്ടാക്കി വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമോ, അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല. ഗരം മസാല തീർന്ന ഒരു ഇത് കണ്ടിട്ടുണ്ടാവും, ഒരു കുപ്പി. അപ്പോൾ ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ പോയ ടൈമിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ് മാറ്റി വെച്ചിട്ട് കൂട്ടുകളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്പൈസസൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു പെട്ടിയാണ്. അത് ഞങ്ങൾ കുറേ കാലമായി മേടിച്ചിട്ട്, ഓൺലൈനിൽ തന്നെ കേട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ വട്ട, കരയാമ്പൂ, ഏലക്കായ, ജാതിക്ക, ജാതിപത്രി, തക്കോലം, ഇതാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത്. പ്ലസ് നമ്മളെ വലിയ ജീരകവും കൂടിയാണ് കേട്ടോ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഗരം മസാലേൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒരു അടുപ്പത്ത് ഒരു പാനോ ചട്ടിയോ എന്താ വെച്ചാൽ അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കരിയാൻ പാടില്ല, ഒരു ബ്രൗണിഷ് കളർ വരെ നമ്മൾ കരിയരുത് കേട്ടോ, ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാം നമ്മളുടെ വലിയ ജീരകത്തിന് ഒരു യെല്ലോയിഷ് കളറാണല്ലോ, അപ്പോൾ അതൊരു ബ്രൗണിഷ് കളറാക്കണം. അതുവരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നമുക്ക് മഴക്കാറുണ്ട് കേട്ടോ. ഞാൻ ഈ പാലക്കാട് ജില്ലയിൽ നമുക്ക് ഒരു ഉച്ച ആ ഒരു ടൈം വരെ നല്ല ചൂടായിരുന്നു. ഞാൻ ലഞ്ച് ബ്രേക്കിന് ഒക്കെ ഞാനിങ്ങനെ വേർത്തൊലിക്കായിരുന്നു കേട്ടോ. പക്ഷെ പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറി, ഇത്രയും പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നു എത്തിയിട്ടുണ്ടായില്ല. പിന്നെ സ്കൂളിൽ പോയിട്ട് വന്നൊരു 4:30 ആ ഒരു ടൈം ആയപ്പോൾ മഴ പെയ്യാനും തുടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിലൊക്കെ ചാറലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മഴ പെയ്യാനും തുടത്തിയിട്ടുണ്ട് കേട്ടോ. സൗണ്ടിൽ വല്ല ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല അത് ക്ലിയർ ആണോ അല്ലേന്ന്. എനിക്ക് ചെറുതായിട്ട് മൂക്കടപ്പുണ്ട്, സോ അതുകൊണ്ടാണ് സൗണ്ടിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വലിയ ജീരകം നല്ല രീതിക്ക് വറുത്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ ഐറ്റംസ് പട്ട, കരയാമ്പൂ, ഏലക്കായ, ജാതിപത്രി, ജാതിക്ക, തക്കോലം, ഇത് നമ്മൾ സെപ്പറേറ്റ് ഓരോന്നായിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് മീൻകറി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ എന്തെങ്കിലും വല്ല പണി അന്ന് പ്രത്യേകിച്ച് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ടുള്ള കറികളൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ വലിയമ്മ മീൻ നന്നാക്കി തന്നപ്പോൾ ഉമ്മ വേഗം കറി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ പണിക്ക് പോയിട്ടുണ്ടായിരുന്നത്. റാസിൽ സ്കൂളുണ്ടായിരുന്നില്ല, പക്ഷെ അവനായിരുന്നില്ല ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഒരു ഭാഗമൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം ചെറിയ മിസ്റ്റേക്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ റാസിലാണ് എടുത്തത്, അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ ക്ലിയർ ഉണ്ട്. പിന്നെ എടുത്തത് റാസിലല്ല, ചെറിയ അനിയനാണ് കേട്ടോ, ഹാദി, നിങ്ങൾക്കറിയാമല്ലോ അവനെടുത്തത്. അപ്പോൾ അതുകൊണ്ട് മിസ്റ്റേക്സ് ഉണ്ട്, നിങ്ങളത് ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഇനി നെക്സ്റ്റ് ടൈം റെഡിയാക്കാം. പക്ഷെ അവൻ അത്രയും ക്ലിയർ ആയിട്ട് എടുക്കുന്നത് എഴുതിയിട്ടില്ല, അവൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് തക്കോലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ ഒരുമിച്ചിട്ടിട്ട് നിങ്ങൾ എഴുതും, സിമ്പിൾ പണിക്ക് നമുക്ക് പെട്ടെന്ന് ഒരുമിച്ചിട്ടിട്ട് ചെയ്താലോ, അപ്പോൾ പിന്നെ പെട്ടെന്നാവില്ലേ. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ഓരോത്തിനും ഓരോ വറുത്തെടുക്കുമ്പോൾ ഓരോ ഇതാണ്, ടൈം വ്യത്യാസമാണ്. അപ്പോൾ ചിലതിന് കുറേ ടൈം വേണം, ചിലതിന് കുറച്ച് ടൈം മതി. അപ്പോൾ ഈ കുറേ ടൈമുള്ളതാണ് ചിലതൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് ടൈമുള്ളതൊക്കെ നമ്മൾ കുറേ ടൈമിന് വേണ്ടി വെക്കുമ്പോൾ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കാൻ മതി എന്ന് പറയുന്നത്. പിന്നെ പട്ട വറുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ജാതിപത്രി അതും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയ ജീരകം വറുത്ത് മാറ്റി വെച്ച പാത്രത്തേക്കാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. ഇതെന്തായാലും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പൊടിക്കുക. പക്ഷേ നമ്മൾ വറുത്തെടുക്കുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്ത് വെക്കണം കേട്ടോ, മറക്കരുത് ലൈക്ക് ചെയ്യണം. നമ്മൾ കാണുന്നതിനനുസരിച്ച് നമുക്ക് ലൈക്ക് കിട്ടട്ടെ. അപ്പോൾ ഇത് ഏലക്കയാണ് കേട്ടോ. ഏലക്ക നമുക്ക് എന്ത് ചെയ്യാം, ഇതേമാതിരി സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ തീരാനായിട്ടുണ്ട് വറുത്ത ഓരോന്ന്, പക്ഷെ അധികമൊന്നുമില്ല. പക്ഷെ ചില വറുത്തെടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടൈം വ്യത്യാസം ഉണ്ടാവും കേട്ടോ. സ്കൂളത്തെ സ്പോർട്സ് ആർട്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രോപ്പറായിട്ടുള്ള പഠിത്തമാണ്. ഇന്ന് നമുക്ക് ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എല്ലാ ദിവസവും സ്കൂൾക്ക് പോകണമെന്നാണ് പറയുന്നത്. പിന്നെ PTA മീറ്റിങ്ങൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ വെള്ളിയാഴ്ച ആയിട്ട് PTA മീറ്റിങ്ങൊക്കെ വരുന്നുണ്ട്. ഇനി ജാതിക്ക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാതിക്ക നമ്മൾ അതിൻ്റെ മുകളിലത്തെ തോട് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പരിപ്പ് നമ്മൾ ഒരു കഷ്ണം കൂടെ ആയിട്ടൊന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ
ജീരകം, വലിയ ജീരകം കരിഞ്ഞു പോവാതെ വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ യെല്ലോയിഷ് കളറ് മാറിയിട്ട് ഒരു ചെറിയ ബ്രൗണിഷ് കളറായിട്ട് വേണം കേട്ടോ ഇത് വറുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒക്കെ വറുത്തതിന് ശേഷം നമ്മളെല്ലാതും പാടെ കൂടിയിട്ട് ലാസ്റ്റ് നമ്മൾ വറുത്ത ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. വറുത്ത ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കണം. നമ്മൾ ഇത്രയും വറുത്ത് വന്നതുകൊണ്ട് തന്നെ വലിയ ജീരകമൊക്കെ ജസ്റ്റ് ചൂടാറിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഫസ്റ്റ് ഇട്ടുകൊടുത്ത ചട്ടിയിൽ തന്നെ അതിട്ടിട്ട് ക്ലിയർ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ചൂടാകും. കാരണം അതുമ്പോൾ നല്ല ചൂടുണ്ടല്ലോ, അപ്പോൾ അത് ചൂടാകും. എന്നിട്ട് നമ്മൾ നല്ലോണം ചൂടാറിയതിന് ശേഷം ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. കുറച്ചധികം നേരം വെക്കേണ്ടി വരും. ചിലപ്പോൾ മിക്സി നല്ല നല്ലോണം ആടേണ്ടി വരും. എങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുമല്ലോ. അപ്പോൾ ഗരം മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ 2 പ്രാവശ്യമായിട്ടായിരുന്നു വലിയ ജീരകം പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതേമാതിരി തന്നെ 2 പ്രാവശ്യമായിട്ട് തന്നെയാണ് നമ്മളുടെ ഗരം മസാലയും പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഗരം മസാലേൻ്റെ ടേസ്റ്റ്, അതേമാതിരി ചിക്കൻ മസാല, ഇതൊക്കെ ഞങ്ങൾ എന്ത് കറി ഉണ്ടാക്കുവാണെങ്കിലും ഞങ്ങൾ ഇടും കേട്ടോ. ഇതിൻ്റെ ഫ്ലേവർ കറിയിൽ വരുന്നത് ഞങ്ങൾ വീട്ടിലുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 8 വരെ എനിക്ക് സ്കൂളിൽ ചോറ് കിട്ടും. അപ്പോൾ പിന്നെ കൂട്ടാനും അങ്ങനെയൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പിന്നെ ഉച്ചക്കുള്ള എല്ലാവർക്കും പിന്നെ 2 ദിവസത്തിനുള്ള കൂട്ടാൻ അങ്ങനെയാണ് വെക്കുക. പക്ഷെ ഇപ്പോൾ 9 എത്തിയതുകൊണ്ട് തന്നെ ചോറ് കിട്ടൂല. അപ്പോൾ ചോറ് കൂട്ടാനൊക്കെ കൊണ്ടുകൊണ്ട് വരുന്നതുകൊണ്ട് തന്നെ എന്തിപ്പോൾ മുട്ട പൊരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കും, അതേപോലെ മീറ്റ് മസാല ഇട്ട് കൊടുക്കും, ഗരം മസാല ഇട്ട് കൊടുക്കും, എന്തൊക്കെ മസാല ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഗരം മസാല ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ 2 കുപ്പിയിലായിട്ടാണ് നിറച്ച് വെക്കുന്നത്. ഞങ്ങളുടെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് ചെറിയ ക്വാണ്ടിറ്റിയിലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു ഫ്രിഡ്ജിലാണ് ഞങ്ങൾ സൂക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ പുറത്താണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറക്കുന്നത് ബെറ്ററായിട്ട് തോന്നും കേട്ടോ. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജ് തുറന്നെടുത്താൽ മതി. പിന്നെ ഇത് കുറേ കാലം നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ 2 കുപ്പിയിലായിട്ട് ഇത് നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ തന്നെയാണ് ഗരം മസാല അതൊക്കെ തോനായിട്ട് യൂസ് ചെയ്യും. അതാണ് ഫസ്റ്റ് കാര്യം. പിന്നെ ഈ ടൈമിലൊക്കെ വീഡിയോ എടുക്കുന്നത് ഹാദുവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും കുറച്ചും കൂടി ഇങ്ങനെ ബ്രള്ളായിട്ട്. പക്ഷെ അവനത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ എടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല. പക്ഷെ അവനത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അവൻ തന്നെ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും വോയിസ് ഓവറിൽ പിന്നിൽ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.